ഓക്കെ, കാരണം സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെന്റ് പ്രോഗ്രാം അല്ലേ, ലോങ് ടേം ആയിരുന്നല്ലോ. ആദ്യമേ സ്റ്റെബിലൈസേഷൻ മെഷേഴ്സ് പറഞ്ഞു. ഓക്കെ, മാക്രോ എക്കണോമിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം സ്റ്റെബിലൈസ് ചെയ്യാൻ പറഞ്ഞു. അതിനുശേഷം പറഞ്ഞു സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെന്റ് പ്രോഗ്രാംസും കൂടെ നടപ്പിലാക്കണം. ഓക്കെ, സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെന്റ് പ്രോഗ്രാംസും വേണ്ടി വരും എന്നുള്ളത്. ഓക്കെ, അങ്ങനെ സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെന്റ് പ്രോഗ്രാംസിന്റെ ഭാഗമായിട്ട് ദ വെരി സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ എക്കണോമി അതുവരെ നമുക്കറിയാം. സ്ട്രൈക്ക് ബ്രേക്കർ, ആ പേര് തന്നെ ഉണ്ട്, സ്ട്രൈക്ക് ബ്രേക്കർ. എല്ലാവരും സമരത്തിലാണ്. എന്താണ്, ജോലി സാഹചര്യം മെച്ചപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ട് തൊഴിലാളികൾ സമരത്തിന് നിൽക്കുമ്പോൾ അതിലൊരുത്തൻ ആ സമരത്തിനെ അട്ടിമറിച്ചുകൊണ്ട് ജോലിക്ക് പോവാണ്. അവനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? സ്ട്രൈക്ക് ബ്രേക്കർ എന്ന് വിളിക്കാം. അവനെ പച്ച മലയാളത്തിൽ നമുക്ക് എന്തെന്ന് വിളിക്കാം? കരിങ്കാലി എന്ന് വിളിക്കാം. പച്ച മലയാളത്തിൽ അവൻ എന്തെന്ന് വിളിക്കാം? കരിങ്കാലി എന്ന് വിളിക്കാം. കരിങ്കാലിയാണ്. കാരണം എന്താണ്? ബാക്കി എല്ലാവരും അവകാശ പോരാട്ടത്തിന് വേണ്ടി സമരം നടത്തുമ്പോൾ ആ സമരം പൊളിച്ച സ്ട്രൈക്ക് ബ്രേക്കർ ആണ് അവൻ. ആ അർത്ഥത്തിൽ അവൻ എന്താണ്? അവൻ കരിങ്കാലിയാണ്. അവൻ എന്താണ്? കരിങ്കാലിയാണ്.